ഹരേ കൃഷ്ണ. ഭഗവത്ഗീത 6-ാം അധ്യായം അഭ്യാസയോഗം. 5-ാം അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ അധ്യായവും. ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് ഒരു യോഗിയിലേക്ക്, ഒരു പൂർണ്ണ യോഗിയിലേക്ക് എത്തുന്നത്, ഒരു പൂർണ്ണ യോഗി അല്ലെങ്കിൽ ആ യോഗിയിലേക്കുള്ള യാത്ര എങ്ങനെ എന്നതിനെ കുറിച്ചാണ്. ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ചഞ്ചലമില്ലാത്ത അചഞ്ചലമായ മനസ്സിന്റെ ഉടമയ്ക്ക് മാത്രമേ ഒരു യോഗിയാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അർജുനന് സങ്കടമായി. അർജുനൻ ഭഗവാനോട് വിഷമത്തോടെ ചോദിക്കുകയാണ്, അപ്പോൾ മാധവ, എനിക്കൊരിക്കലും ഒരു യോഗിയാവാൻ സാധിക്കില്ല എന്ന്. കാരണം അർജുനന്റെ മനസ്സ് എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ചഞ്ചലമായ മനസ്സാണ്. അപ്പോൾ ഭഗവാൻ എപ്പോഴത്തെയും പോലെ കൃഷ്ണന്റെ ആ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി കൃഷ്ണൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്. എല്ലാ മറുപടിയും ഒരു ഉപമയിലൂടെയാണല്ലോ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, മനുഷ്യന്റെ മനസ്സ് ഒരു വിളക്കിലെ ദീപത്തിനോട് ഉപമിച്ചു. മനുഷ്യന്റെ ചുറ്റുമുള്ള പ്രതിസന്ധികൾ ഒരു കൊടുങ്കാറ്റിനെ പോലെ. അതായത് നമ്മൾ എപ്പോഴൊക്കെയാണോ ഈ പ്രതിസന്ധികളെ എല്ലാം മറികടന്ന്, ചുറ്റുമുള്ള വിഷമങ്ങളാവട്ടെ, നമ്മളുടെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ അതിന് തടസ്സം നിൽക്കാം. ഇതിനെല്ലാം നമ്മൾ മറികടന്ന്, കൊടുങ്കാറ്റിനെ മറികടന്ന് ശാന്തതയിലേക്ക് എത്തുമ്പോൾ ഒരു ദീപം കൂടുതലായിട്ട് ശോഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് നമ്മൾ ജീവിതത്തിൽ എല്ലാ കർമ്മത്തിലൂടെയും ശരിക്കുള്ള ഭക്തിയിലൂടെ പരമാത്മാവിലേക്ക് എത്തുന്നത് എപ്പോഴാണോ, അതാണ് ഒരു ശരിക്കുള്ള യോഗി, ഒരു യോഗിയിലേക്ക് എത്തുന്നത്. ഭഗവാൻ ഇത്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നത്: നമ്മൾ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അയാളുടെ കർമ്മം സന്യാസമാണ്. അയാൾ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജപം മാത്രമായി കഴിയുന്നു. അർജുനന്റെ ജോലി എന്താണ്? അർജുൻ ഒരു യോദ്ധാവാണ്. ശത്രുക്കളിൽ നിന്നും തന്റെ പ്രജകളെ സംരക്ഷിക്കുക എന്നാണ് അർജുനന്റെ ഉത്തരവാദിത്വം. അപ്പോൾ അർജുനൻ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അർജുനൻ ഭഗവാനെ സ്മരിക്കുന്നതിനോടൊപ്പം തന്റെ കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനിലേക്ക് എത്തുക. അതാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ എല്ലാം അവസാനം ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, പരിശുദ്ധമായ ഭക്തിയിലൂടെ ആരാണോ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധമായ ഭക്തിയിലൂടെ മാത്രമേ ഒരു പൂർണ്ണനായ യോഗിയും സന്യാസിയും കർമ്മിയുമാകാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.